ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 25 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഈശോ പിതാവുമായിട്ടുള്ള തൻ്റെ ആത്മബന്ധത്തെക്കുറിച്ചും താൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ സ്നേഹിച്ചതുപോലെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുമെന്ന്, നിങ്ങൾ എന്നെ സ്നേഹിച്ചുവെന്നത് പിതാവ് ഒരിക്കലും നിങ്ങളെ കൈവിടില്ലെന്നുമൊക്കെ സ്പഷ്ടമായ ഭാഷയിൽ ഉപമകളും ഉദാഹരണങ്ങളും ഇല്ലാതെ വ്യക്തമായി ഈശോ പഠിപ്പിക്കുന്നതാണ് ഇന്നത്തെ തിരുവചനത്തിലെ പ്രമേയം. പൗലോസ് പറയാറുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് പാലാണ് ആവശ്യം, ഗുരുവായ ഭക്ഷണം കഴിക്കാനുള്ള പാകത നിങ്ങൾക്കായിട്ടില്ല. നിങ്ങൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുമ്പോൾ ഗുരുവായ ഭക്ഷണം കഴിക്കാനുള്ള തലത്തിലേക്ക് നിങ്ങൾ ഉയരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഭക്ഷണം ഒരുക്കി ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഗുരുവായ ഭക്ഷണമല്ല, ലഘുവായ പാലുപോലെയുള്ള ഭക്ഷണമാണ് നൽകപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക് 3 വർഷക്കാലത്തെ പരസ്യ ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിലേക്ക് എത്തുമ്പോൾ താൻ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നുവെന്നും ഇനി ശിഷ്യരാണ് തൻ്റെ പ്രബോധനങ്ങൾ ലോകത്തിൽ പങ്കുവയ്ക്കേണ്ടതെന്നും കൃത്യമായി തിരിച്ചറിഞ്ഞ ഈശോ ഉപമകൾ കൂടാതെ കൃത്യമായി അവരോട് സംസാരിക്കുന്നു. അവിടുന്ന് വ്യക്തമായിട്ട് അവരോട് സംസാരിച്ചപ്പോൾ അതെല്ലാം അവർക്ക് കൂടുതൽ കൃത്യതയോടെ മനസ്സിലാകുന്ന, വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു തലത്തിലേക്ക് അവർ ഉയരുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വളർച്ചയുടെ തലം നമുക്കുണ്ടാകണം. ഈശോയുടെ വചനത്തെ അനുദിനം അനുധാവനം ചെയ്യുന്ന നമ്മൾ വചനം പഠിച്ചും വായിച്ചും കൂടുതൽ ഗൗരവമായിട്ടുള്ള പ്രബോധനങ്ങൾ ഉൾക്കൊള്ളാനുള്ള തലത്തിലേക്ക് ഉയരണം. 1-ാം ക്ലാസ്സിലും നഴ്സറിയിലും പഠിപ്പിക്കുന്ന ശൈലിയിലല്ലല്ലോ കോളേജിലും ഉപരിപഠനത്തിൽ എത്തുന്ന കുട്ടികളെയും പഠിപ്പിക്കുക. ഓരോരുത്തരുടെയും ഗ്രഹണശക്തിയുടെ, ഓരോരുത്തരുടെയും ബൗദ്ധിക തലത്തിൻ്റെ, അവരുടെ പഠന മേഖലയിലെ മികവിൻ്റെ വളർച്ചയുടെ തലത്തിൽ അവരെ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ഉയർന്ന ക്ലാസ്സുകളിലെ സിലബസുകൾ ക്രമീകരിക്കപ്പെടുക. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും വചന ജീവിതത്തെ, തമ്പുരാനുമായുള്ള വ്യക്തിബന്ധത്തെയൊക്കെ കുറച്ചുകൂടെ ആഴമായ ബോധ്യത്തിൻ്റെ തലത്തിൽ ഉൾക്കൊള്ളുവാനായിട്ടുള്ള വളർച്ച നമ്മൾ കൈവരിക്കണം. യേശു നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമുക്ക് കൂടുതൽ വ്യക്തതയോടെ വചനങ്ങൾ ബോധ്യപ്പെടുത്തി തരാൻ നമ്മൾ ആഗ്രഹിച്ച് അവൻ്റെ ഭുജത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുകയേ വേണ്ടൂ. അവിടുന്ന് തക്ക സമയത്ത്, പത്രോസ്ലിഹയാണ് ഇങ്ങനെ സൂചിപ്പിക്കുക, അവിടുന്ന് തക്ക സമയത്ത് നമ്മളെ ഉയർത്തിക്കൊള്ളും. നമുക്ക് തിരുവചനത്തോടുള്ള തുറവിക്ക് വേണ്ടി ആഗ്രഹിക്കാം. വചനം മനസ്സിലാകാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കാം. വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം കോറിയിടുന്ന ചിന്തകളെ കാലികമായി മനസ്സിലാക്കുവാനും അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഹൃദയത്തിൻ്റെ നിറവിന് വേണ്ടി, ആത്മാവിൻ്റെ പ്രകാശനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശ്വര വലിയ കൃപയും അനുഗ്രഹവും നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ. നമുക്ക് വേണ്ടത് എന്താണ് എന്ന് ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവം അവിടുത്തെ സ്നേഹം തുറന്ന് നൽകുക. ആ സ്നേഹത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. പ്രതികൂല്യങ്ങൾ എന്തെല്ലാം കടന്നു വന്നാലും ഈശോ ഉപേക്ഷിക്കാതെ അവിടുത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് എല്ലാ പ്രതികൂല്യങ്ങളെയും അതിജീവിക്കാനുള്ള ആത്മബലവും ബൗദ്ധിക ഉണർവും തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.